ഇനി നമുക്കിതാ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നോക്കിയേ, ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോവാട്ടാ. അപ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നട്ടുണ്ടാക്കിയ ക്യാരറ്റിൽ നിന്ന് പറിച്ചിട്ടാണ് അലുവ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ക്യാരറ്റ് പറിക്കുന്നത് നടന്നതുമായ വിശേഷങ്ങളൊക്കെ നമ്മുടെ എ യൂണിക് ഫാമിലി എന്ന് പറയുന്ന നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഈ ക്യാരറ്റ് പറിച്ച വിശേഷങ്ങളൊക്കെ ആയിട്ട് അതിൽ വരും കേട്ടോ. ഇന്ന് ഞാനുണ്ടല്ലോ ക്യാരറ്റ് അലുവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കി നമ്മൾ ക്യാരറ്റ് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കിലോനായിട്ടാ നമ്മൾ എടുത്തിട്ടുള്ള ക്യാരറ്റ്. ഇതിലേക്ക് ഇതാ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിത് മൂടി വയ്ക്കാം. ക്യാരറ്റ് നമുക്ക് നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് ക്യാരറ്റ് നുറുക്കിയിട്ടുള്ളത്. ഒരു 2-3 വിസിലടിച്ചാലും കുഴപ്പമില്ല, നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 വിസിൽ പെട്ടെന്ന് തന്നെ അടിക്കുന്നുണ്ട് സ്പീഡിൽ. എന്നിട്ട് എയർ പോയി കഴിഞ്ഞാൽ നമ്മൾ തുറക്കും. നമുക്കുണ്ടല്ലോ ഇതാ കുക്കറിലെ വിസിലൊക്കെ വന്ന് എയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കിയേ, നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ കണ്ട അമ്മരുണ്ട് ഇതേപോലെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിൽ നമുക്ക് വെള്ളമുണ്ട്, നമ്മൾ ഒഴിച്ച വെള്ളം ഇതിലുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ ചൂടാറി കഴിയുമ്പോൾ ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചൂടൊക്കെ ആറ്റി ഒന്ന് അടിച്ചുകൊണ്ട് വരാം. നമ്മൾ നോക്കിയേ, ക്യാരറ്റ് കണ്ട് ഇതേപോലെയായിട്ട് അടിച്ചെടുത്ത് നോക്കുന്നത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. എങ്കിലാണ് ആ ക്യാരറ്റ് നന്നായിട്ട് നല്ല രസത്തിലാവുള്ളൂ. ഇനി നമുക്കിത് തീ കത്തിച്ച് ഒരു കടായി ഇതാ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. കടായി ഇതാ ചൂടായി വന്നു. അതിലേക്ക് നോക്കി ഞാനിതാ 2 ടീസ്പൂൺ നെയ്യാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ചൂടായി വന്നു. അതിലേക്ക് നമുക്കിതാ കുറച്ച് കശുവണ്ടിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വന്നു തുടങ്ങി. ആ സമയത്ത് നമ്മളുണ്ടല്ലോ ബദാം ഇട്ടാ. ഞാനൊരു 6 ബദാമാണ് ഇതാ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മളിതാ കുറച്ച് ഉണക്കമുന്തിരി കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഈ ഉണക്കമുന്തിരി വീർത്ത് വരുന്നതോട് കൂടി നമുക്ക് ഇതിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഉണക്കമുന്തിരി വീർത്ത് തുടങ്ങി. ആ സമയത്ത് ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോയി. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്കുണ്ടല്ലോ ഒരു 2 ടീസ്പൂൺ കൂടി ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുത്താൽ അപ്പോൾ തന്നെ നെയ്യ് ബാക്കിയുള്ളതുണ്ട്. അത് കൂടാതെയാണ് 2 ടീസ്പൂൺ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 3 വട്ടമായിട്ട് ഒഴിച്ചു നോക്കണ്ട, നന്നായിട്ട് 2 ടീസ്പൂൺ ആയിട്ട് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഈ അടിച്ചു കൊടുന്ന നമ്മുടെ ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി. ഈ ക്യാരറ്റിൽ നമുക്കറിയാം നമ്മൾ അടിക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ ഒന്ന് ആദ്യം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ക്യാരറ്റ് ഇങ്ങനെ ഇളക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ കൈമയ്ക്കൊക്കെ ആവുന്നുണ്ട്, അതുകൊണ്ടാട്ടോ ഞാൻ തുണി ചുറ്റിയിട്ടുള്ളത്. ഇതിലത്തെ വെള്ളം വരികണ വരെയാണ് ഒന്ന് പൊട്ടിത്തെറിക്കുള്ളൂ. വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങി പിന്നെ പൊട്ടിത്തെറിക്കൽ കുറയും. ക്യാരറ്റൊക്കെ ഇട്ടതാ ഇതേപോലെ കുറച്ച് വെള്ളമൊക്കെ ഇതാ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് നോക്കിയാൽ 1 കപ്പ് പഞ്ചസാരയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മധുരം നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഈ 1 കപ്പ് ഈ 1 കിലോ ക്യാരറ്റിലേക്ക് ഈ 1 കപ്പ് മധുരം പാകമായിരിക്കും. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മധുരം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പഞ്ചസാരയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും എന്താ പറയുക വെള്ളത്തിൻ്റെ അംശം കൂടും. അപ്പോൾ വീണ്ടും പൊട്ടിത്തെറിക്കൽ തുടങ്ങും. അങ്ങനെ ഇതായി വരുന്ന വരെയും ഇതേപോലെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് ഇതാ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് നാളികേരം പാൽ കേട്ടോ. അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-ാം പാൽ നീക്കി വെച്ചിട്ടുണ്ട്. ഇത് 2-ാം പാലും 3-ാം പാലും കൂടിയിട്ട് ഒരു 8 ഗ്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുത്ത് എന്താ പറയുക വറ്റിച്ചെടുക്കാം.
അപ്പോൾ ആദ്യം എന്താ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് ഈ വെള്ളം ഒന്നും കൂടി നമുക്ക് വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ നാളികേരം പാൽ കിടന്ന് വറ്റണം. ഓരോ പ്രാവശ്യവും നമ്മൾ ഇതേപോലെ നാളികേരം പാൽ ഒഴിക്കുമ്പോഴായാലും അതിലത്തെ വെള്ളം വറ്റണ വരെ പൊട്ടിത്തെറിക്കും കേട്ടോ. നമ്മളിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ 2 നാളികേരത്തിൻ്റെ പാലാട്ട് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള 2 നാളികേരം ഇരുന്നു കേട്ടോ. നമ്മളിതാ ഒരു വട്ടം കൂടി നാളികേരം പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇനി വീണ്ടും മുന്നത്തെ പോലെ തന്നെ നന്നായിട്ട് ഇളക്കി അതേപോലെ ഈ നാളികേരം പാലിൽ കിടന്ന് നമുക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. രണ്ടാമതും പാൽ ഒഴിച്ചിട്ട് ഇതേപോലെ നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിതാ ബാക്കിയുള്ള പാൽ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ പാലും നമുക്കിതിൽ കിടത്തി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മളിതാ പാലൊക്കെ ഒഴിച്ചു ഇതേപോലെ വീണ്ടും വറ്റിച്ചെടുത്തിട്ടുണ്ട്. 1-ാം പാൽ നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ, അത് ഏറ്റവും ലാസ്റ്റ് ഒഴിക്കുള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ട് നോക്കിയാൽ 2 ടീസ്പൂണ് കോൺഫ്ലവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം. ഒരു 1/2 ഗ്ലാസ്സിൻ്റെ അടുത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കാം നമുക്ക്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കൽ മാത്രമല്ല നന്നായി വറ്റിച്ചെടുക്കും വേണം കേട്ടോ. നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ചുറ്റും കണ്ടതൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുള്ള കേട്ടാ. കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പണിയാണിത്, പക്ഷേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. നമ്മളുണ്ടല്ലോ കോൺഫ്ലവറൊക്കെ ഒഴിച്ചിട്ട് നോക്കിയാൽ ഇതേപോലെ കട്ടയായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉണ്ടല്ലോ 1-ാം പാൽ കേട്ടോ. നല്ല കട്ടിയുള്ള 1-ാം പാലാണ്. നമുക്കിതാ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഈ 1-ാം പാൽ കിടന്നിട്ട് ഒന്നും കൂടി വറ്റിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നോക്കിയാൽ നമ്മുടെ ക്യാരറ്റ് കണ്ട പാത്രത്തിൽ കിടന്നിങ്ങനെ ഓടി തുടങ്ങി. അപ്പോൾ അതായത് ഇത് ഇനി നമുക്ക് നല്ല കട്ടയായി കിട്ടി തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം കൂടി ഇതിൽ എന്താ പറയുക, നമ്മൾ വീഡിയോയിൽ പെട്ടെന്ന് പെടാണ്ട് പോയി ചെയ്ത സമയത്ത് ക്യാമറ ഓൺ ആക്കിയില്ല. പക്ഷെ അത് എന്തിട്ടാണെങ്കിൽ നമ്മൾ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളികേരം പാൽ ഒഴിക്കുന്ന സമയത്ത് വെറുതെ ഒരു നുള്ളു, അതായത് നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് നോക്കിയാൽ നമ്മുടെ ഈ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ തന്നെ ബദാം പരിപ്പുണ്ടല്ലോ, നമ്മളിതാ ഇട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മളിതാ കുറച്ച് വെള്ളം ഉള്ളു കേട്ടോ ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നമുക്കുണ്ടല്ലോ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ ചെറുതായിട്ട് നമുക്കൊന്ന് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഇങ്ങനെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തിട്ട് നമുക്ക് ഈ എള്ളുണ്ടല്ലോ ഒന്ന് വെതറി കൊടുക്കാം. പാത്രത്തിൻ്റെ എല്ലായിടത്തേക്ക് ആവേണ്ട രീതിയിലൊന്ന് കേട്ടോ. നെയ്യ് പുരട്ടിയ കാരണം അതിങ്ങനെ പറ്റി പിടിച്ചിരുന്നുള്ളൂ. ഇനി നമുക്കുണ്ടല്ലോ ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക്. കൃത്യം നമുക്കൊരു പാത്രത്തിലേക്ക് ഉള്ളതായിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഒരു ടീസ്പൂണ് നെയ്യിൽ മുക്കിയിട്ടുള്ള ടീസ്പൂണാണ്. നമുക്കിതാ ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഗ്യാസ് കണ്ട പൊട്ടിത്തെറിച്ചിട്ട് ഗ്യാസ് മടുപ്പുമേ എന്തുമാതിരി നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇങ്ങനത്തെ ഇപ്പോൾ കാറ്റ് മാത്രമല്ല എന്ത് സാധനങ്ങളും നമ്മൾ വരട്ടിയെടുക്കുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ്. പക്ഷേ കഴിക്കാനുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റുമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേടാവാതെ ഇരിക്കുകയും ചെയ്യും. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വരട്ടിയെടുക്കുന്നത് കേടാവാതെ പുറത്തും വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉള്ള കാരണം എല്ലാവരും ഫ്രിഡ്ജിലാവും വയ്ക്കുക. അപ്പോൾ അങ്ങനെ കേടാവാതെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ
നന്നായിട്ട് ഇത് ആക്കി കൊടുത്തിട്ടുണ്ട്. ടീസ്പൂൺ കൊണ്ട് പതുക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കണ്ടോ നല്ല ഭംഗിയിലിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിത് വീണ്ടും കുറച്ചും കൂടി എള്ളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ ആക്കിയിടാം. കണ്ട ഇപ്പം നമ്മുടെ നോക്കിയാൽ കാറ്റൽ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ടിട്ട് എനിക്ക് ഈ പാത്രത്തുമ്പോൾ പിടിക്കുമ്പോൾ. അപ്പോൾ ഇത് ചൂടാറി കിട്ടാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഷായറ്റിനെ വിളിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുവരെ നമ്മുടെ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി നോക്കി എടുക്കട്ടെ. ഞാൻ നമ്മുടെ ക്യാരറ്റ് ഹലുവ നോക്കിയപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി അപ്പം ഞാൻ ഒരു കോഴിച്ചാണ് നല്ല കൂവല്. അപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വീതിയിലൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരിയൊന്ന് നമുക്കിങ്ങനെ ആക്കാം. എന്താ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഇതിലേക്കൊന്ന് കമത്തി കൊടുക്കാം കേട്ടോ. നോക്കിയേ എന്ത് രസമായിട്ട് കിട്ടുകണേന്ന്. അപ്പോൾ ഇതാ കാറ്റലും ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അവിടെ കാറ്റലും ഉണ്ടാക്കിയത് കണ്ടിട്ടാണാവോ 2 സൈഡിലും കോഴിച്ചാത്തന്മാർ നിന്ന് കൂടുന്നുണ്ട്. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഷായറ്റിനെ വിളിച്ചിട്ട് വരാം കേട്ടോ. വരുന്നത് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ. നോക്കിയേ അതിൽ വരെ ഭംഗി. ഇതേപോലെ ഒരു കഷ്ണമായിട്ട് നമ്മൾ മുറിച്ചെടുത്തോണേ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അടിപൊളി അടിപൊളി. അതേപോലെ അല്ലേ കാറ്റിൻ്റെ കളർ ഉണ്ടാവും നമ്മുടെ ലേശമായിട്ട് കഴിയുമ്പോൾ കണ്ട. അത്ര രസമാ ഈ ഹലുവ. നോക്കിക്കേ അല്ലേ. കൈക്ക് ഒരു അവരെ പറഞ്ഞാണ് ഒരു ടിഷ്യൂ പേപ്പർ കയ്യിൽ പിടിക്കണം തുടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മുടെ കൈമസ് കളർ തന്നെയാവാം. അതെ വായിലേക്ക് ഇടുമ്പോഴേക്കും അങ്ങോട്ട് പോവും. അത്ര രസമായിട്ടുള്ള അരുവിയാട്ടാ ഇത്. കുറച്ച് പണികളുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലത്തെ കാറ്റ് പറിച്ച് സ്മിതയ്ക്ക് എത്തി കുറച്ച് പണി വന്നിട്ടുണ്ട് ഇതിന് ഇല്ലേ. ഞാനൊരു 2 മണിക്കൂറിനധികം പുറത്ത് പോയിട്ട് വന്നത്. അതുവരെ ഈ പണിയുണ്ട് ആള് നിർത്തല്ലേ. അപ്പോൾ എല്ലാവരും ഇത് കാറ്റ് മേടിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറയില്ല എന്ന് വെച്ചാൽ അത്രയധികം പണിയുള്ള കാരണം. എന്നാലും നോക്കിയോളാം അത്ര രസമാണ്. അപ്പോൾ നിർത്തല്ലേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.